ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കുറേ നാളായില്ല ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് 4 ബോർഡർ ഡിസൈനിങ് സ്റ്റിച്ചസ് ആണ് കാണിക്കുന്നത്. ഈ 4 ഞാൻ ഇതിനു മുമ്പ് കാണിക്കാത്ത ഡിസൈൻസ് ആണ്, എന്ന് വെച്ചാൽ സ്റ്റിച്ചസ് ആണ്, പുതിയ പുതിയ സ്റ്റിച്ചസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 സ്റ്റിച്ചസും ബോർഡറിൽ ഇപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ പില്ലോ കവർ, ഷോള്, സാരി, അതെല്ലാം നമ്മുടെ സ്ലീവ്സിലൊക്കെ, ചുരിദാറിൻ്റെ ആയാലും ബ്ലൗസിൻ്റെ ആണെങ്കിലും സ്ലീവ്സിൽ ഇങ്ങനെ റണ്ണിങ് പോർഷനിൽ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് തയ്ക്കാം. അതല്ല ഇങ്ങനെ ചുറ്റുമാണെങ്കിലും തയ്ച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിങ് ആണ്. ഈ 4 സ്റ്റിച്ചസും 6 strands ഇട്ട് തയ്ച്ചാലായിരിക്കും അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. 3 or 4 ഇട്ട് തയ്ച്ചാൽ അത്രയ്ക്ക് ഭംഗി കിട്ടത്തില്ല. അത് എംപോസ് ചെയ്ത് നിന്നാലായിരിക്കും അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. ഇതൊക്കെയാണ് ഈ 4 സ്റ്റിച്ചസിൻ്റെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ഇതെല്ലാം തയ്ക്കണ്ടേ എന്നുള്ളത് നമുക്കിന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിലേക്കൂടെയൊക്കെയാണ് നീഡിൽ എടുക്കണ്ടേ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് സ്ക്വയർ ബോക്സസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ആയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നത്. സ്ക്വയർ ബോക്സസിലാണ് തയ്ക്കുന്നത്. അതിൻ്റെ സൈസ് എത്ര വേണമെങ്കിലും വലുതാക്കുകയോ കുഞ്ഞിതാക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും കുഞ്ഞ് സൈസാണ് കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് ആങ്കറിൻ്റെ 6 strands എടുക്കണം, അല്ലെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് ആയിട്ട് ഇങ്ങനെ കട്ടിയുള്ള നൂല് വെച്ച് ചെയ്താലായിരിക്കും ഇന്ന് കാണിക്കുന്ന എല്ലാ സ്റ്റിച്ചസിനും ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്ക്കാൻ പോണത് സോർബെല്ലോ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. സോർബെല്ലോ ഇതൊരു ഇറ്റാലിയൻ എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. സോർബെല്ലോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചെയ്യുന്ന സ്റ്റിച്ചാണ്. അത് തന്നെയാണ് ആ സ്റ്റിച്ചിന് പേരും വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് ആദ്യം സ്ക്വയറിൻ്റെ മേലത്തെ പോർഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് ആ സ്ക്വയർ എവിടെയാണോ അവിടെ നിന്ന് ഇപ്പുറത്തെ എൻഡിലോട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുന്നു. ഇതുപോലെ നമ്മൾ എടുക്കുന്നു. ഇത് ഇൻഡിവിജ്വലായിട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. സ്കാറ്റർ ചെയ്ത് തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബോർഡറായിട്ട് തയ്ച്ചാലും ഭംഗിയുണ്ട്. അപ്പം ഇതുപോലെ എടുത്തു. ഇനി നമ്മൾ ആദ്യം തയ്ച്ച് ആ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുക. അപ്പോൾ ഈ ത്രെഡ് ഇവിടെ ആയിരിക്കണം, നീഡിൽ ഇതിലെ കൂടെ പാസ് ചെയ്യണം. ഇങ്ങനെയായിരിക്കണം. അത് കുറച്ച് അധികം നല്ലോണം വലിച്ച ഒരു ബെൻഡ് വന്ന ആ ഒരു രീതിയിൽ എക്സിൽ ഒരു നടുക്കൊരു നോട്ട് പോലെയാണ് ഈ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ഒത്തിരി വലിക്കുകയും ചെയ്യരുത്. പയ്യെ ഒരു ബെൻഡിങ് വന്ന അവിടെ അങ്ങനെ വലിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പുറത്തെ എൻഡ്, ഇപ്പോൾ ഇവിടെയാണ് നോട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ കൂടെ വീണ്ടും നമ്മൾ നീഡിൽ ഈ ത്രെഡിൻ്റെ താഴത്തെ കൂടെ പാസ് ചെയ്യുക. ആ സമയത്ത് ഈ ത്രെഡ് നീഡിൻ്റെ താഴെ വയ്ക്കുക ഇങ്ങനെ. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ബലത്തിൽ അങ്ങ് ടൈറ്റ് ചെയ്യണ്ട. പയ്യെ ഒന്ന് ലൂസായിട്ട് തന്നെ വെച്ചിട്ട് ഇപ്പുറത്തെ എൻഡിൽ താത്തുക. ഇങ്ങനെയാണ് വരുന്നത്. എക്സ് പോലെ വരും. അതിൻ്റെ നടുക്ക് ഒരു നോട്ട്. ഇതാണ് ഈ സ്റ്റിച്ച്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ സ്ക്വയർ ബോക്സസ് ആണ്. എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ കുറച്ചും കൂടെ എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കുഞ്ഞ് സ്ക്വയർ ബോക്സസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും. അപ്പോൾ സാരിയിലൊക്കെ തയ്ക്കുകയാണെങ്കിൽ കുഞ്ഞ് സ്ക്വയേഴ്സ് ഫുൾ ബോർഡറിൽ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞ് സ്ക്വയറിൽ അങ്ങനെ 2 or 3 സ്ക്വയർ ബോക്സസ്, ഇതിപ്പോൾ ഒരു ലെയറാണ്, അങ്ങനെ 3 ലെയറൊക്കെ വെച്ച് ഡിഫറെൻറ്റ് കളർ ത്രെഡ്, ഒരു ലെയർ ഒരു കളറ്, അടുത്ത ലെയർ വേറൊരു കളറ്, പിന്നെ മറ്റൊരു ലെയർ, മേലത്തെ ലെയർ എന്ന് വെച്ചാൽ മേലിലും താഴെയും സെയിം കളർ, നടുക്ക് വേറൊരു കളർ എടുത്ത് ചൂസ് ചെയ്ത് തയ്ക്കുവാണെങ്കിൽ, അങ്ങനെ 3 layers ഒക്കെ ആയിട്ട് സാരി ഫുൾ ബോർഡർ തയ്ക്കുവാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നിറച്ചും ഫുൾ സാരിയുടെ ആയാലും ചുരിദാറിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും സ്കാറ്റർ ചെയ്ത് തയ്ച്ചാലും നല്ലതാണ്. ഇങ്ങനെ തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എടുക്കേണ്ടത് ഈ ആദ്യത്തെ എക്സിൻ്റെ ഈ ഒരു ഹോളിൽ തന്നെ സെയിം പോയിന്റിൽ വേണം എടുക്കാനായിട്ട്. ആ സെയിം പോയിന്റിൽ എടുത്തിട്ട് വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നിന്ന് പിന്നെ കുത്തിയെടുക്കാൻ നേരത്ത് ഈ എക്സിൻ്റെ ഈ ലെഗിൻ്റെ പോർഷനിൽ സെയിം ഹോളിൽ തന്നെ വേണം എടുക്കാനായിട്ട്. ആ വിടവ് തുണി ഇടയിൽ വരരുത്, സെയിം ഹോളിൽ തന്നെ എടുക്കണം എന്നുള്ളതാണ്. എടുക്കുക. പിന്നെ ഈ ത്രെഡ് ഇങ്ങനെ ഇത് ത്രെഡിൻ്റെ അടിയിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഈ ത്രെഡ് അന്നേരം ഈ സൈഡിലായിരിക്കണം.
ഇത് കുറച്ച് വലിച്ചെടുക്കുക. വലിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ് വരാൻ വേണ്ടിയിട്ട്, സെൻറ്ററിൽ ആ നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലിച്ച് പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക, ത്രെഡ് താഴെ വയ്ക്കുക ഇങ്ങനെ. എന്നിട്ട് ഒത്തിരി വലിക്കണ്ട, ഒത്തിരി വലിച്ചാൽ നോട്ട് കുഞ്ഞതായി പോകും. പയ്യെ ഒന്ന് ഇത് വലിച്ചാൽ മതി. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ എൻഡ് ചെയ്യും. ഇതുപോലെ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് തയ്ച്ചു പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സോർബെല്ലോ സ്റ്റിച്ച് വന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് കണ്ടു നോക്കാം. ഈ സോർബെല്ലോ സ്റ്റിച്ചുമായിട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആ സ്റ്റിച്ചിൻ്റെ പേരാണ് ഡാനിഷ് നോട്ട് സ്റ്റിച്ച്. അപ്പം നമ്മൾ സോർബെല്ലോ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ സ്ക്വയർ ബോക്സിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ തയ്ക്കുന്നു. പിന്നെ ഈ സൈഡിലോട്ടാണ് പോണത്, ഈ കോർണറിലോട്ടാണ് പോണത്. അതിന് പകരമായിട്ട് ഇതിന് ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് സീം തന്നെയാണ്. ഇവിടെ നിന്ന് എടുക്കണു, ഇവിടെ ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് ബേസ് ട്രയാങ്കിൾ, നമ്മൾ ട്രയാങ്കിളാണ് തയ്ക്കുന്നത് ഇങ്ങനെ. അപ്പം ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ തയ്ക്കുന്നത്. ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ സോർബെല്ലോ സ്റ്റിച്ച് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരുന്നു പോകേണ്ടത്, അതിന് പകരം ഇത് സെൻറ്ററിലോട്ടാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സോർബെല്ലോ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ ഇത് ഈ സൈഡിൽ വെച്ചിട്ട് ത്രെഡ് ഇവിടെ വെച്ചു, നീഡിൽ ഈ ത്രെഡിൻ്റെ താഴത്തെ കൂടെ പാസ് ചെയ്യുന്നു ഇതുപോലെ. ഇത് ഒത്തിരി വളയ്ക്കണ്ട, ഇങ്ങനെ പയ്യെ ഒന്ന് ചെയ്താൽ മതി, വളയ്ക്കുകയേ വേണ്ട. അതിൻ്റെ അകത്താണെങ്കിൽ നമ്മളൊരു എക്സ് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് മുറുക്കെ വലിക്കും. ഇത് അത്രയും വളയ്ക്കുകയേ വേണ്ട. ഇങ്ങനെ വളച്ച് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ഈ ത്രെഡിൻ്റെ ഇതിലേക്കൂടെ പോയിട്ട് താഴത്തെ കൂടെ നീഡിൽ പാസ് ചെയ്യുക, ഈ ത്രെഡ് നീഡിലിൻ്റെ താഴെ വയ്ക്കുന്നു, ഇങ്ങനെ വലിച്ചെടുക്കുന്നു. ഇതും വളരെ പയ്യെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിങ്ങനെ ഒത്തിരി ബെൻഡ് ചെയ്യണമെങ്കിൽ ബെൻഡ് ചെയ്യാം, അല്ല സ്ട്രെയിറ്റ് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വയ്ക്കാം. അപ്പോൾ അധികം ബെൻഡ് ചെയ്യാണ്ടുള്ള രീതിയിൽ വയ്ക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. എന്നിട്ട് താഴെ കുത്തി വയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഡാനിഷ് നോട്ട് എന്ന് പറഞ്ഞത്. ഇതിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വയ്ക്കാം. ഈ ലെങ്ത്ത് വേണമെങ്കിൽ കുറയ്ക്കാം, ഇത്രയും നീളത്തിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അങ്ങനെ രീതി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ സെയിം ഹോളിൽ കൂടെ തന്നെ, താത്തിക്കുന്ന സെയിം ഹോളിൽ കൂടെ തന്നെ അടുത്ത നോട്ടിന് വേണ്ടി, ഡാനിഷ് നോട്ടിന് വേണ്ടിയിട്ട് പൊക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എടുക്കുക. ഇതിലേ കൂടെ ത്രെഡ് പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ത്രെഡിൻ്റെ താഴെ, നീഡിലിൻ്റെ താഴെ ത്രെഡും വെച്ചിട്ട് ഇങ്ങനെ പയ്യെ വലിച്ചെടുക്കുക. എല്ലാം കുഞ്ഞു കുഞ്ഞു ഡിസ്റ്റൻസിൽ തയ്ക്കുന്നതാണ് ഈ സ്റ്റിച്ചിനൊക്കെ ഭംഗി കൂട്ടുന്നത്. ഒത്തിരി ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി കുറയും. അതുപോലെ തന്നെ 6 strands എടുത്ത് തയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ അതും ഇതുമായിട്ട് സോർബെല്ലോ സ്റ്റിച്ചും ഡാനിഷ് നോട്ടുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഇത് സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ ഇത് ട്രയാങ്കിൾ ഷേപ്പിലാണ് തയ്ക്കുന്നത്. അതിൻ്റെ എടുക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ട് സ്റ്റിച്ചും. ഇതും ഇങ്ങനെ ബോർഡർ ഡിസൈനായിട്ട് തയ്ക്കാൻ വളരെ നല്ലൊരു സ്റ്റിച്ചാണ്. നോട്ടായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡാനിഷ് നോട്ട് സ്റ്റിച്ചും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ബെൻഡ് ചെയ്യിക്കണമെങ്കിൽ ബെൻഡ് നല്ലോണം ചെയ്ത് അങ്ങനെയും ചെയ്യാം, അതല്ല അധികം ബെൻഡ് വെക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയിൽ തയ്ച്ചാലും നല്ലത് തന്നെയാണ് കാണാൻ. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും ബെൻഡിങ് വരണം. അപ്പോൾ ഇങ്ങനെ റാ പോലെ ഇങ്ങനെ അങ്ങനെ വരും, കർവ് ആയിട്ട് അങ്ങനെ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ വെക്കണം. ഏതെങ്കിലും ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് പോവുക. ഇനി അടുത്ത സ്റ്റിച്ചിൻ്റെ പേരാണ്
ഇന്ത്യൻ എഡ്ജിങ് സ്റ്റിച്ച്. അത് എളുപ്പമാണ്, ഞാൻ കാണിച്ചത്. ഇപ്പം ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻ, 2 ലൈനുണ്ട്, മേളിലൊരു ലൈനും കൂടെ വരച്ചിട്ടുണ്ട്, 3 ലൈൻ. ഈ 2 ലൈനിൻ്റെ ഗ്യാപ്പ് ഇച്ചിരി കൂടുതലാണ്, മേളിലുള്ള ലൈനിൽ കുറച്ച് കുറവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തയ്ക്കണ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് നമ്മൾ 6 strands ആണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തോരം ഡിസ്റ്റൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാനാണ്. അപ്പോൾ ഏത് ഡിസ്റ്റൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ് വേണ്ടേ എന്നുണ്ട് എങ്കിൽ ഇവിടെ കുത്തിയെടുക്കുക, ഇവിടെ കുത്തി താത്തുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തുനിന്ന്, എന്ന് വെച്ചാൽ ഉള്ളിലല്ല കുത്തിയെടുക്കേണ്ടത്, പുറത്ത് ഈ ലൈനിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ കുത്തിയെടുക്കുകയാണ്. എടുത്തിട്ട് പിന്നെ ഈ പോയിൻറ്റ്, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് ടിപ്പിലോട്ട്, ഇപ്പോൾ ട്രയാങ്കിൾ വരച്ചിരിക്കുന്ന ആ ടിപ്പിലോട്ട് നമ്മൾ ഇങ്ങനെ നീഡിൽ വയ്ക്കുന്നു. അതേ സമയത്ത് ത്രെഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ത്രെഡ് ഈ നീഡിലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുക്കുക, ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്ന മാതിരി ആ മാതിരി എടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇനി നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ ത്രെഡിൻ്റെ ഒരു തൊട്ട് മേളിലായിട്ട്, ഇവിടെ നിന്ന് ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട്, ബേസിൽ നമ്മൾ തയ്ച്ചതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണേ. അവിടെ നമ്മൾ വലിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ അവിടെ പോവുക, അതിൻ്റെ മേളിൽ, ഏറ്റവും മേളിൽ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ട്രയാങ്കിളിൻ്റെ ഏറ്റവും മേളിൽ, അവിടെ നിന്ന് മേളത്തെ ലൈൻ നമ്മുടെ ഇവിടെയാണേ ഉള്ളത്, ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്തിട്ട് ത്രെഡ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, നേരെയല്ല. ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നവർ നേരെയല്ല വെക്കേണ്ടത്, ട്വിസ്റ്റഡ് ചെയിൻ തയ്ക്കുന്നവർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ത്രെഡ് അഞ്ഞിലിൽ കൂടെ വയ്ക്കുക. എന്നിട്ട് ത്രെഡ് വലിച്ചെടുക്കുക, എന്നിട്ട് അവിടെ തന്നെ താത്തുക. ഇതാണ് ഇന്ത്യൻ എഡ്ജിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ച്. ഇത് ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവ്സിലോ അല്ലെങ്കിൽ സ്ലിറ്റ് പോർഷനിലോ, ചുരിദാറിൻ്റെ സ്ലിറ്റ് അല്ലെങ്കിൽ ബോട്ടം പോർഷനിലൊക്കെ ഒരു കുഞ്ഞ് സ്മോൾ പടി പോലെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ തയ്ക്കാൻ നല്ലൊരു സ്റ്റിച്ചാണ്. പിന്നെ ഇതിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ തയ്ക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ സെയിം പോയിന്റ് തന്നെ വീണ്ടും എടുക്കുക, ഇവിടെ താത്തുക. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ്, ഇത്രയും ഡിസ്റ്റൻസ് ട്രയാങ്കിളാണ് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ താത്തുക. അതിൻ്റെ പുറത്തുനിന്ന് നമ്മൾ വീണ്ടും കുത്തിയെടുക്കുക, ത്രെഡിൻ്റെ പുറത്തുനിന്ന്. സെൻറ്ററിലും ആയിരിക്കണം നമ്മൾ തയ്ച്ചതിൻ്റെ ത്രെഡിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പോയിൻറ്റിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്ന ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഒരു ട്രയാങ്കിളാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്, ട്രയാങ്കിൾ ഫോം ചെയ്യുക. അപ്പോൾ ത്രെഡ് നീഡലിൻ്റെ താഴത്തെ കൂടെ ചെയിൻ സ്റ്റിച്ച് തയ്ക്കണവരെ വേണം എടുക്കാനായിട്ട്. പിന്നെ ഈ എൻഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്ന ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു ബേസിൻ്റെ ഈ ത്രെഡിൻ്റെ അടുത്തും ബേസിൻ്റെ തൊട്ട് മേളിലുമായിട്ട് കുത്തിയെടുക്കുക. എടുത്തിട്ട് ഇനി മറ്റേ ട്രയാങ്കിൾ ഫോം ചെയ്തതിൻ്റെ ടിപ്പിൽ പോയിട്ട് മേളിൽ എന്തോ ഒരു സ്പേസ് വിട്ടിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയിൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇങ്ങനെ നേരെയല്ല വെക്കേണ്ടത്, ത്രെഡ് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് തയ്ക്കേണ്ടത്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എഡ്ജിങ് സ്റ്റിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച ഇതുപോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച്, ബെല്ലോ സ്റ്റിച്ച്, ഡാനിഷ് നോട്ട്, ഇത് ഇന്ത്യൻ എഡ്ജിങ് സ്റ്റിച്ചും കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ് ട്യൂലിപ്പ് സ്റ്റിച്ച്. ഇതും ബോർഡറായിട്ട് തയ്ക്കാനും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് തയ്ച്ച് സ്കാറ്റർ ചെയ്ത് വെക്കാനും നല്ലൊരു സ്റ്റിച്ചാണ്.
ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ലേസി ഡേസി ഒക്കെ തയ്ക്കുന്ന മാതിരിയാണ് നമ്മൾ ആദ്യത്തെ പ്രോസസ്സ്. ഈ ട്യൂലിപ്പ് സ്റ്റിച്ച് തയ്ക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പോൾ ഒരു പോയിൻറ്റിൽ എടുത്തു, അതിൻ്റെ എന്തോരം ചെയിൻ ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അത്തരം ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മൾ കുത്തിയെടുക്കുന്നു. എന്നിട്ട് അധികം ലെങ്ത്ത്, ഒത്തിരി ലെങ്ത്ത് വേണ്ട, തൊട്ടടുത്ത് തന്നെ നമ്മൾ കുത്തി താത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുക്കണം. ഈ ത്രെഡിൻ്റെ ഇപ്പം നമ്മൾ താത്തിയ ലേസി ഡേസി അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് നമ്മൾ താത്തി ഉടക്കി വെച്ച് ആ താത്തിയ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എല്ലാ ത്രെഡിൻ്റെയും കൂടെ താഴത്തേക്കൂടെ ഈ നീഡിൽ പാസ് ചെയ്യും. ഇതുമാതിരി ഇങ്ങനെ പാസ് ചെയ്യുക. പാസ് ചെയ്തിട്ട് ഈ സെയിം ഏത് പോയിൻറ്റിലാണ് നമ്മളിവിടെ പൊക്കി ആ സെയിം പോയിൻറ്റിൽ വേണം ഇവിടെ താത്താനും. ഹൈറ്റ് സെയിം ആയിരിക്കണം. ഇതാണ് ട്യൂലിപ്പ് സ്റ്റിച്ച്. ഇതും ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു വട്ടമാണ് ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 2 വട്ടം വേണമെങ്കിൽ ഇനി ഒരു വട്ടം കൂടെ തയ്ക്കാം, ഇതിലും വലുതായിട്ട്. അങ്ങനെ പല രീതിയിലും ഇത് തയ്ക്കാം. ഇതിപ്പം ഇങ്ങനെ സിംഗിൾ ഇൻഡിവിജ്വലായിട്ട് തയ്ച്ചിരിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടിന്യൂവേഷൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്യൂലിപ്പ് സ്റ്റിച്ച് തയ്ക്കാവുന്നതാണ്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് താഴത്തോട്ടാക്കിയിട്ട് താത്തണം. തൊട്ട് താഴെ തന്നെ കുത്തരുത്, നമുക്ക് ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യാനുള്ള കുറച്ച് താഴെയായിട്ട് താത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് പൊക്കിയിട്ട് ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ പാസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടെയും വിട്ടിട്ട് ഇങ്ങനെ താത്തുക. സെയിം ഡിസ്റ്റൻസ് സെയിം ലെവൽ ഒക്കെ നോക്കിയിട്ട് വേണം താത്താൻ. ഇതാണ് ട്യൂലിപ്പ് സ്റ്റിച്ച്. ഇതുപോലെ ബാക്കി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് 4 സ്റ്റിച്ചസാണ് പഠിച്ചിരിക്കുന്നത്. ഈ 4 സ്റ്റിച്ച്, ഒന്ന് സോർബെല്ലോ സ്റ്റിച്ച്, അത് ഇറ്റാലിയൻ സ്റ്റിച്ച്, ഇത് ഡാനിഷ് നോട്ട് സ്റ്റിച്ച്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് തയ്ക്കുന്നത്, ഇത് ട്രയാങ്കിൾ ഷേപ്പിലാണ് തയ്ക്കുന്നത്. അതിൻ്റേതായ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് രണ്ടും എടുക്കുന്ന പ്രോസസ്സിങ് എല്ലാം സെയിം തന്നെയാണ്. ഇത് ഇന്ത്യൻ എഡ്ജിങ് സ്റ്റിച്ച്, അതിൻ്റെ അകത്തും 2 ട്രയാങ്കിൾ ഫോം ചെയ്യും, അതിൻ്റെ മേലിലൊരു ട്വിസ്റ്റഡ് ചെയിൻ തയ്ക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. പിന്നെ ട്യൂലിപ്പ് സ്റ്റിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വിക്ക് പകരം 2 വി വേറെ ഡിഫറെൻറ്റ് കളറിൽ തയ്ക്കണം. അങ്ങനെ പല രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്. ചെയ്തു വന്നാൽ നല്ല ഭംഗിയുമാണ്. ഈ 4 ബോർഡർ സ്റ്റിച്ചും നമുക്ക് സാരിയുടെ ബോർഡർ, ബെഡ്ഷീറ്റിൻ്റെ ബോർഡർ, കുഷൻ കവറിൽ അങ്ങനെ എന്തിൻ്റെയും ബോർഡർ ഡിസൈൻ തയ്ക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് സ്കാറ്റർ ചെയ്തും തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ 4 സ്റ്റിച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ സ്റ്റിച്ചസ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.